നമസ്കാരം സുഹൃത്തുക്കളെ, ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. PSI ഇന്ന് നടത്തിയ UP സ്കൂൾ അസിസ്റ്റന്റിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ആണ്. ഏതൊക്കെയാണ് ആൻസേഴ്സ് എന്ന് നോക്കാം. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യത്തെ ചോദ്യം, ഇന്ത്യ ഗവൺമെന്റ് നടപ്പിലാക്കിയ പുതിയ നികുതിയായ ചരക്ക് സേവന നികുതി അഥവാ GST നിലവിൽ വന്നത് എന്ന്? 2017 ജൂലൈ 1. തീഹാർ ജയിൽ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? തീഹാർ ജയിൽ ന്യൂഡൽഹിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. പൊതുവിദ്യാലയങ്ങളിലെ അടിസ്ഥാന സൗകര്യ വികസനവും വിവരസാങ്കേതിക വിദ്യാ പഠനവും വ്യാപിപ്പിക്കുന്നതിനായി കേരള സർക്കാർ രൂപീകരിച്ച കമ്പനിയുടെ പേര് എന്താണ്? കൈറ്റ് എന്നതാണ്. ഇന്ത്യയുടെ ആദ്യ ഉപരാഷ്ട്രപതിയായ ഡോക്ടർ S രാധാകൃഷ്ണന്റെ ജന്മസ്ഥലം എവിടെയാണ്? തിരുത്താണിയിലാണ് ഡോക്ടർ S രാധാകൃഷ്ണന്റെ ജന്മസ്ഥലം. 2020 പത്മശ്രീ ലഭിച്ച മുഴീക്കൽ പങ്കജാക്ഷി ഏത് കലാരൂപത്തിലൂടെയാണ് പ്രശസ്തയായത്? നോക്കുവിദ്യാ പാവകളി എന്ന കലാരൂപത്തിലൂടെയാണ് മൂഴിക്കൽ പങ്കജാക്ഷി പ്രശസ്തയായത്. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി ആരായിരുന്നു? സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയാണ് മൗലാന അബ്ദുൽ കലാം ആസാദ്. പുതിയ കേന്ദ്രഭരണ പ്രദേശമായ ലഡാക്ക് നിലവിൽ വന്നത് എന്നാണ്? ലഡാക്ക് നിലവിൽ വന്നത് 2019 ഒക്ടോബർ 31-നാണ്. 2019 ഒക്ടോബർ 31-നാണ് ലഡാക്ക് നിലവിൽ വന്നത്. 2020 ICC വനിതാ 2020 വേൾഡ് കപ്പ് ജേതാക്കൾ ആരാണ്? 2020 ICC വനിതാ 2020 വേൾഡ് കപ്പ് ജേതാക്കൾ ആരാണ്? ഓസ്ട്രേലിയ. കുട്ടികൾക്കെതിരെയുള്ള ലൈംഗിക അതിക്രമങ്ങൾ തടയാൻ കൊണ്ടുവന്ന നിയമം ഏതു പേരിൽ അറിയപ്പെടുന്നു? പോക്സോ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. 2019 പ്രളയത്തിൽ ഏറ്റവും നാശനഷ്ടമുണ്ടായ പുത്തുമല ഏത് ജില്ലയിലാണ്? പുത്തുമല വയനാട് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അടുത്ത ചോദ്യം, താഴെ കൊടുക്കുന്നവയിൽ പ്രകാശിക സാന്ദ്രത ഏറ്റവും കൂടിയ മാധ്യമം ഏതാണ്? വജ്രമാണ് പ്രകാശത്തിന് സാന്ദ്രത ഏറ്റവും കൂടിയ മാധ്യമം. ജലത്തിലെ ക്രിട്ടിക്കൽ കോൺ എത്ര? ജലത്തിലെ ക്രിട്ടിക്കൽ കോൺ എത്രയാണ്? 48.6 ഡിഗ്രിയാണ്. നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങുന്നതിന് കാരണമായ പ്രകാശ പ്രതിഭാസം ഏതാണ്? അന്തരീക്ഷ അപവർത്തനമാണ്, റിഫ്രാക്ഷൻ. നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങുന്നതിന് കാരണമായ പ്രകാശ പ്രതിഭാസമാണ് അന്തരീക്ഷ അപവർത്തനം. താഴെ കൊടുക്കുന്നവയിൽ ഏറ്റവും ക്ഷമത കൂടിയ ഇന്ധനം ഏതാണ്? ഏറ്റവും ക്ഷമത കൂടിയ ഇന്ധനമാണ് എഫിഷ്യൻസി, ഹൈഡ്രജൻ ആണ്. ഒരു വാതകത്തിന്റെ വ്യാപ്തവും തന്മാത്രകളുടെ എണ്ണവും തമ്മിൽ ബന്ധിപ്പിക്കുന്ന നിയമം ഏത്? അവഗാഡ്രോ നിയമമാണ്. സ്വയം ഓക്സീകരണ നിരോക്സീകരണ പ്രവർത്തനം വഴി വേർതിരിയുന്ന ലോഹം ഏത്? സ്വയം ഓക്സീകരണ നിരോക്സീകരണ പ്രവർത്തനം വഴി വേർതിരിയുന്ന ലോഹം ഏതാണ്? കോപ്പർ. ഒലിയം എന്നത് ഏത് ആസിഡിന്റെ ഗാഢത കൂടിയ രൂപം ആണ്? ഒലിയം എന്നത് ഏത് ആസിഡിന്റെ ഗാഢത കൂടിയ രൂപം ആണ്? സൾഫ്യൂരിക് ആസിഡ്. കലാമിൻ എന്നത് ഏത് ലോഹത്തിന്റെ അയിരാണ്? കലാമിൻ എന്നത് സിങ്കിന്റെ അയിരാണ്. താഴെ കൊടുക്കുന്ന ഉപകരണങ്ങളിൽ ഏതിലാണ് വൈദ്യുത പ്രവാഹത്തിന്റെ താപഫലം പ്രയോജനപ്പെടുത്തിയിരിക്കുന്നത്? സുരക്ഷാ ഫ്യൂസ്. വൈദ്യുത ചാർജിന്റെ യൂണിറ്റ് എന്താണ്? കൂളോം ആണ് വൈദ്യുത ചാർജിന്റെ യൂണിറ്റ്. അടുത്ത ചോദ്യം, ഒരു ഉപകരണത്തിന്റെ പവറും അതിന് നൽകുന്ന വോൾട്ടേജും തമ്മിലുള്ള അനുപാതമാണ് ആംബിയറേജ്. ഒരു സർക്യൂട്ടിലെ നേരിയ കറണ്ടിന്റെ സാന്നിധ്യവും ദിശയും അറിയാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? ഗാൽവനോമീറ്റർ. താഴെ കൊടുക്കുന്നവയിൽ ഏത് അയിരാണ് ലീച്ചിങ് പ്രക്രിയ വഴി സാന്ദ്രണം നടത്തുന്നത്? ലീച്ചിങ് വഴി ബോക്സൈറ്റ്. ആൽക്കീനുകളുടെ പൊതുവാക്യം എന്ത്?
ആൽക്കീൻസിന്റെ പൊതുവാക്യമാണ് CnH2n എന്നത്. CnH2n. ഗ്രേപ്പ് സ്പിരിറ്റ് എന്നറിയപ്പെടുന്ന ആൽക്കഹോൾ ഏതാണ്? ഗ്രേപ്പ് സ്പിരിറ്റ് എന്നറിയപ്പെടുന്ന ആൽക്കഹോൾ ആണ് മെഥനോൾ. സ്ഥിരകാന്തങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹ സങ്കരമാണ് അൽനിക്കോ. പെർമനന്റ് മാഗ്നറ്റ്സ് അൽനിക്കോ. സോളാർ സെല്ലിൽ നടക്കുന്ന ഊർജമാറ്റത്തിന് കാരണമായ പ്രതിഭാസം ഏതാണ്? ഫോട്ടോ വോൾട്ടായിക് പ്രഭാവം. നമ്മുടെ രാജ്യത്ത് വിതരണത്തിന് ഉപയോഗിക്കുന്ന AC വൈദ്യുതിയുടെ ആവൃത്തി എത്ര? 50 ഹെർട്സ് ആണ് നമ്മുടെ രാജ്യത്ത് വിതരണത്തിന് ഉപയോഗിക്കുന്ന AC വൈദ്യുതിയുടെ ആവൃത്തി, 50 ഹെർട്സ്. ഒരു ആറ്റത്തിന്റെ ഒരു സബ്ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയാണ്? 2 ഇലക്ട്രോണുകളാണ് ഒരു ആറ്റത്തിന്റെ ഒരു സബ്ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം. താഴെ കൊടുക്കുന്നവയിൽ സംക്രമണ മൂലകം ഏത്? മാംഗനീസ് ആണ് ഏതാ സംക്രമണ മൂലകം അഥവാ ട്രാൻസിഷൻ മെറ്റൽ. ജീനിനെ മറ്റൊരു കോശത്തിലേക്ക് എത്തിക്കാനായി ഉപയോഗപ്പെടുത്തുന്ന DNA ആയ വാഹകർക്ക് ഉദാഹരണം താഴെ പറയുന്നവയിൽ ഏതാണ്? പ്ലാസ്മിഡ്. പ്രപഞ്ചത്തിലെ ഇതര ഗോളങ്ങളിലെവിടെയോ ഉദ്ഭവിച്ച ജീവകണികകൾ ആകസ്മികമായി ഭൂമിയിൽ എത്തിച്ചേർന്നതാകാം. ഭൂമിയിലെ ജീവന്റെ ഉൽപ്പത്തിയുമായി ബന്ധപ്പെട്ട മേൽ സിദ്ധാന്തത്തിന്റെ പേര് എന്താണ്? പാൻസ്പെർമിയ സിദ്ധാന്തം എന്നതാണ്. ആതിഥേയ കോശങ്ങളിലെ ജനിതക സംവിധാനം പ്രയോജനപ്പെടുത്തുന്ന സൂക്ഷ്മ ജീവികൾ ഏതാണ്? വൈറസ്. കരളിൽ കൊഴുപ്പ് അടിഞ്ഞുകൂടുന്നത് മൂലമുണ്ടാകുന്ന രോഗമാണ് ഫാറ്റി ലിവർ. മനുഷ്യനിൽ ആന്തര സമസ്ഥിതി പാലനത്തിന് സഹായിക്കുന്ന തലച്ചോറിന്റെ ഭാഗം ഏതാണ്? ഹൈപ്പോതലാമസ് ആണ്. അടുത്ത ചോദ്യം, മനുഷ്യനേത്രത്തിൽ റോഡ്, കോൺ എന്നീ കോശങ്ങൾ കാണപ്പെടുന്ന പാളി ഏതാണ്? റോഡ് കോശങ്ങളും കോൺ കോശങ്ങളും കാണപ്പെടുന്ന പാളി ഏതാണ്? റെറ്റിന. താഴെ പറയുന്നവയിൽ നെല്ലിനെ ബാധിക്കുന്ന രോഗം ഏതാണ്? ബ്ലൈറ്റ് രോഗമാണ് നെല്ലിനെ ബാധിക്കുന്ന രോഗം. T ലിംഫോസൈറ്റുകൾ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥി ഏത്? T ലിംഫോസൈറ്റുകൾ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥിയാണ് തൈമസ് ഗ്രന്ഥി. ആർഡിപിതെക്കസ് റാമിഡസിന്റെ ആദ്യ ഫോസിൽ ലഭിച്ച വൻകര ഏതാണ്? ആഫ്രിക്കയിൽ നിന്നാണ് ആർഡിപിതെക്കസ് റാമിഡസിന്റെ ആദ്യ ഫോസിൽ ലഭിച്ചത്. ഉൽപരിവർത്തന സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആര്? ഹ്യൂഗോ ഡിബ്രിസ് ആണ്. മ്യൂട്ടേഷൻ തിയറി. ശുചീന്ദ്രം കൈമുക്ക് എന്ന ദുഷ്ടാചാരം നിർത്തലാക്കിയ തിരുവിതാംകൂർ മഹാരാജാവ് ആരാണ്? സ്വാതി തിരുനാൾ. അടുത്ത ചോദ്യം, രാജാധികാരത്തെ എതിർത്ത ആദ്യത്തെ വിപ്ലവകാരി ആര്? വിപ്ലവകാരിയാണ് വൈകുണ്ഠ സ്വാമികൾ. കുഞ്ഞൻപിള്ള എന്ന യഥാർത്ഥ നാമധേയമുള്ള കേരളത്തിലെ നവോത്ഥാന ചിന്തകരിൽ പ്രധാനിയായിരുന്ന വ്യക്തി ആരാണ്? ചട്ടമ്പി സ്വാമികൾ. കേരള നവോത്ഥാനത്തിന്റെ വഴിത്തിരിവായി അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തിയ സാമൂഹിക പരിഷ്കർത്താവ് ആരായിരുന്നു? ശ്രീനാരായണ ഗുരു. താഴ്ന്ന വിഭാഗത്തിൽപ്പെട്ടവർക്ക് സഞ്ചാര സ്വാതന്ത്ര്യം ഇല്ലാതിരുന്ന കാലത്ത് വില്ലുവണ്ടി യാത്ര നടത്തിയ സാമൂഹിക പരിഷ്കർത്താവ് അയ്യങ്കാളി. അടുത്ത ചോദ്യം, വ്യക്തി സത്യാഗ്രഹത്തിനായി ഗാന്ധിജി തെരഞ്ഞെടുത്ത ആദ്യത്തെ കേരളീയൻ ആരാണ്? ആദ്യത്തെ കേരളീയനാണ് കെ കേളപ്പൻ. അടുത്ത ചോദ്യം, കൊടുങ്കാറ്റിന്റെ മാറ്റുലി എന്നത് ആരുടെ രചനയാണ്? AK ഗോപാലന്റെ രചനയാണ്. 1913 ചരിത്ര പ്രാധാന്യമുള്ള കായൽ സമ്മേളനത്തിന് നേതൃത്വം വഹിച്ച മഹത് വ്യക്തി ആരാണ്? പണ്ഡിറ്റ് കറുപ്പൻ. ഏത് സമരമാണ്? കായൽ സമ്മേളനം 1913. പണ്ഡിറ്റ് കറുപ്പൻ. ജാതിയൊന്ന്, മതമൊന്ന്, കുലമൊന്ന്, ലോകമൊന്ന് എന്ന സന്ദേശം നൽകിയ സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? വൈകുണ്ഠ സ്വാമികളാണ്. കേരളൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് ആരാണ്? കേരളൻ സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളയാണ്.
എൻ്റെ ജീവിത സ്മരണകൾ എന്നത് ആരുടെ ആത്മകഥയാണ്? മന്നത്ത് പത്മനാഭന്റെ ആത്മകഥയാണ് എൻ്റെ ജീവിത സ്മരണകൾ. ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത പ്രക്ഷോഭം ഏതാണ്? ആറ്റിങ്ങൽ കലാപം. ആറ്റിങ്ങൽ കലാപം. തിരുവിതാംകൂറിലെ ധീരദേശാഭിമാനിയായിരുന്ന വേലുത്തമ്പി ദളവയുടെ ജന്മസ്ഥലം ഏതാണ്? തളിക്കുളമാണ്. തളിക്കുളം. അടുത്ത ചോദ്യം, പഴശ്ശിരാജയെ കേരളസിംഹം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? സർദാർ KM പണിക്കരാണ് പഴശ്ശിരാജയെ കേരളസിംഹം എന്ന് വിശേഷിപ്പിച്ചത്. കുറിച്യ കലാപം നടന്ന വർഷം 1812. ക്ഷേത്രപ്രവേശന വിളംബരം എഴുതി തയ്യാറാക്കിയത് ഉള്ളൂർ S. പരമേശ്വര അയ്യർ. ഈഴവരുടെ രാഷ്ട്രീയ നേതാവ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന വ്യക്തി ഡോക്ടർ പൽപ്പു. ഈഴവരുടെ രാഷ്ട്രീയ നേതാവ് ഡോക്ടർ പൽപ്പു. ക്ഷേത്രപ്രവേശന വിളംബരത്തിന്റെ പ്രയോക്താവ് ആരാണ്? TK മാധവനാണ് ക്ഷേത്രപ്രവേശന വിളംബരത്തിന്റെ പ്രയോക്താവ് എന്നറിയപ്പെടുന്നത്. കേരളത്തിലെ വിവേകാനന്ദൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ആഗമാനന്ദ സ്വാമികളാണ് കേരളത്തിന്റെ വിവേകാനന്ദൻ എന്ന് അറിയപ്പെടുന്നത്. ഈഴവരെയും പുലയരെയും ഒന്നിച്ചിരുത്തി മിശ്രഭോജനം സംഘടിപ്പിച്ചത് ആരാണ്? സഹോദരൻ അയ്യപ്പനാണ്. ഇനി മാത്സ് ക്വസ്റ്റ്യൻസ് ആണ്. ത്രികോണം ABCയുടെ 3 മൂലകളും വൃത്തത്തെ തൊടുന്നു. AB ഒരു വ്യാസമാണ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ കോൺ സിയുടെ അളവ് എത്രയാണ്? 90 ഡിഗ്രിയാണ്. കാരണം എന്താ? ഇങ്ങനെ വരുമ്പോഴത്തേക്കും AB എന്നത് വ്യാസമാണ്. അപ്പോ AB എന്നത് വ്യാസം, ABC എന്ന് പറയുന്നത് ത്രികോണം. അപ്പോൾ ഇതൊരു എന്താണ്? സെമി സർക്കിൾ ആണ്. സെമി സർക്കിളിലെ ഒരു ആംഗിൾ എത്ര ഡിഗ്രിയാ? 90 ഡിഗ്രിയാണ്. ഓക്കെ. അടുത്ത ചോദ്യം, ചിത്രത്തിലെ ABCD എന്ന സമചതുരത്തിന്റെ 4 മൂലകളിലൂടെയും വൃത്തം കടന്നു പോകുന്നു. AC എന്നത് 10 സെന്റിമീറ്റർ ആണ്. AC എന്ന് പറയുന്നത് എന്താണ്? ഡയമീറ്റർ ആണ്. ചിത്രത്തിൽ കണ്ണടച്ചൊരു കുത്തിട്ടാൽ അത് സമചതുരത്തിലാകാനുള്ള സാധ്യത ഏത്? സാധ്യത 2/π ആണ്. 2/π ആണ് അതിന്റെ സാധ്യത എന്ന് പറയുന്നത്. ഒരു അർദ്ധഗോളത്തിന്റെ ഉപരിതല പരപ്പളവ് 360π ചതുർശ സെന്റിമീറ്റർ ആണ്. ഇതേ ആരമുള്ള ഒരു ഗോളത്തിന്റെ ഉപരിതല പരപ്പളവ് എത്ര ചതുർശ സെന്റിമീറ്റർ ആണ്? എത്രയാണ്? 480π ആണ്. 480π. A 33, B 62, C 95 എന്നിവ ഒരു സാമാന്തരികത്തിന്റെ തുടർച്ചയായ 3 മൂലകളുടെ സൂചക സംഖ്യകളാണ്. 4ാമത്തെ മൂലയുടെ സൂചക സംഖ്യകൾ എഴുതുക. 66 ആണ്. 66. 1 + 2 + 3 etc. + 100 = 5050 ആണെങ്കിൽ 3 + 6 + 9 etc. + 300ന്റെ വില കണക്കാക്കുക. എത്രയാണ്? 15150. 37 × 26 = 962 എങ്കിൽ 3926 എന്നീ സംഖ്യകളുടെ ഗുണനഫലം കണക്കാക്കുക. എത്രയാണ്? 1014. P of x = 4x² - 7x + 2 എന്ന ബഹുപദത്തിൽ P1ന്റെ വില എത്ര? അതായത് എക്സിന് പകരം 1 ഇട്ട് കൊടുത്താൽ മതി. എത്രയാണ് വില? -1 ആണ് വില. -1. അടുത്ത ചോദ്യം, ഒരു ക്ലാസ്സിലെ കുട്ടികളുടെ ഉയരത്തിന്റെ അടിസ്ഥാനത്തിൽ തരംതിരിച്ച പട്ടിക താഴെ കൊടുക്കുന്നു. സാങ്കല്പിക പ്രകാരം മാധ്യമ ഉയരം എത്രാമത്തെ കുട്ടിയുടെ ഉയരമാണ്? 25ാമത്തെ കുട്ടിയുടെ ഉയരമാണ്. ഒരു എണ്ണൽ സംഖ്യയുടെയും അതിന്റെ 3 മടങ്ങിനോട് 3 കൂട്ടിയതിന്റെ ഗുണനഫലം 270 ആണ്. സംഖ്യകൾ ഏതെല്ലാം? 9ഉം 30ഉം ആണ് സംഖ്യകൾ. ചിത്രത്തിൽ OAB ഒരു സമഭുജ ത്രികോണവും O ആധാര ബിന്ദുവുമാണ്. ഓക്കെ. OA എന്ന് പറയുന്ന 6 സെന്റിമീറ്റർ ആണെങ്കിൽ B സൂചക സംഖ്യകൾ ഏതെല്ലാം ആണ്? B സൂചക സംഖ്യകൾ 3ഉം 3√3ഉം ആണ്. അടുത്തത് ഇംഗ്ലീഷ് ചോദ്യങ്ങൾ. I wish I dash help you. I wish I dash help you. ഏതാ വരുന്നത്? I wish I could help you. Heavy downpour during the previous week dash the whole area has inundated. Dash in the afternoon is not healthy at all. Dash in the afternoon is not healthy at all. Sleeping in the afternoon. They will have to dash if they want to catch the rain. They will have to run. Our bus went dash the forest to the river bank. Our bus went across the forest to the river bank. Which is an imperative sentence? Imperative sentence ഏതാണ് താഴെ തന്നിരിക്കുന്നതിൽ? Read this book now. Verbal start ചെയ്തതാണ് imperative sentence. Read this book now ആണ് ആൻസർ. The tiger was killed by Fernando dash a gun with a gun. If you dash the work you can go.
If you complete the work, you can go. The idiom rides the high horse means rides the high horse എന്ന ഇഡിയം കൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? ഫീൽ പ്രൗഡ് എന്നതാണ്. എ പേഴ്സൺ ഹു ഹാസ് ഡൺ സംതിങ് റോങ് ഓർ അൺലോഫുൾ എന്താണ് അതിനെ പറയുന്നത്? മിസ്ക്രിയേന്റ് എന്നതാണ്. ഓക്കെ, അത് സൈക്കോളജി ക്വസ്റ്റ്യൻസ് ആണ്. പഠിതാക്കൾക്ക് അഹംബോധവും അവർ മുമ്പ് പരിചയപ്പെട്ട ആത്മാഭിമാനം തുടങ്ങിയ ആശയങ്ങളുമായി താരതമ്യം ചെയ്യുന്നതിന് അവസരവും നൽകണം എന്നത് ആരുടെ തത്വമാണ്? കാൾ റോജേഴ്സിന്റെ തത്വമാണ്. പ്രതിക്രിയാ അധ്യാപനം ആരുടെ ആശയമാണ്? ആരുടേതാണ്? ബ്രൂണറുടെ ആശയമാണ്. ചിത്രത്തിൽ 8 രേഖാഖണ്ഡങ്ങളെ 4 സെറ്റ് രേഖാഖണ്ഡങ്ങളായി പ്രത്യക്ഷണം ചെയ്യുന്നു. ഈ പ്രതിഭാസത്തിന്റെ പേര് എന്താണ്? സാമീപ്യ നിയമം എന്നതാണ്. ഓർമ്മയുടെ അടിസ്ഥാന ഘടകങ്ങളിൽ പെടുന്നത് ഏത്? ഓർമ്മയുടെ അടിസ്ഥാന ഘടകങ്ങളിൽ പെടുന്നത് ധാരണ, തിരിച്ചറിവ്, അനുസ്മരണം. മുകളിൽ പറഞ്ഞവയെല്ലാം, ഉത്തരം മുകളിൽ പറഞ്ഞവയെല്ലാമാണ്. ധാരണ, തിരിച്ചറിവ്, അനുസ്മരണം ഓർമ്മയുടെ അടിസ്ഥാന ഘടകങ്ങളാണ്. താഴെ കൊടുത്തിരിക്കുന്നവരിൽ കൂട്ടത്തിൽപ്പെടാത്തത് ആര്? കൂട്ടത്തിൽപ്പെടാത്തത് മാക്സ് വെർതീമർ ആണ്. മനുഷ്യ മനസ്സിലെ പോലീസ് ഫോഴ്സ് എന്നറിയപ്പെടുന്നത് അഹം ആണ്. ഒരു ക്ലാസ്സിൽ സോഷ്യോഗ്രാം തയ്യാറാക്കിയപ്പോൾ ലീന എന്ന കുട്ടി അനുവിനെയും അനു എന്ന കുട്ടി കരീഷ്മയെയും കരീഷ്മ ലീനയെയും കൂട്ടുകാരായി നിർദ്ദേശിച്ചതായി കണ്ടു. ഇത്തരം കൂട്ടങ്ങളുടെ പേര് എന്താണ്? ക്ലിക്കുകൾ എന്നതാണ്. ജയകൃഷ്ണൻ ഒരു നാവികനാണ്. കുമാർ ഒരു ആർക്കിടെക്റ്റ് ആണ്. ഇവരിൽ കാണപ്പെടുന്നത് ഏത് തരം ബഹുമുഖ ബുദ്ധിയാണ്? ഏത് തരം? ദൃശ്യസ്ഥലപരമായ ബുദ്ധിയാണ്. സ്കൂൾ പ്രായം എന്ന് എറിക്സൺ വിളിച്ച കാലഘട്ടം ഏതാണ്? കർമ്മോത്സുകത അല്ലെങ്കിൽ അപകർഷത. അടുത്ത ചോദ്യം, എബ്രഹാം മാസ്ലോയുടെ ആവശ്യങ്ങളുടെ ശ്രേണിയിൽ ശാരീരിക ആവശ്യങ്ങൾ എന്നതിന് തൊട്ടു മുകളിൽ വരുന്ന ആവശ്യം എന്താണ്? സുരക്ഷിതത്വം എന്നതാണ്. ബുദ്ധിയുടെ ജി ഘടകത്തിന്റെ സവിശേഷതകളിൽ പെടാത്തത് ഏത്? പരിസ്ഥിതിയിൽ നിന്നും ആർജിക്കപ്പെടുന്നു എന്നതാണ്. ലൈംഗിക ചൂഷണം കൂടി വരുന്ന ഈ കാലഘട്ടത്തിൽ കൗമാരക്കാർക്ക് വളരെ അത്യാവശ്യമായി നൽകേണ്ട കൗൺസിലിംഗ് ഏതാണ്? പ്രതിസന്ധി നിവാരണ കൗൺസിലിംഗ് ആണ്. ജീൻ പിയാഷയുടെ അഭിപ്രായത്തിൽ ഞാൻ കരഞ്ഞാൽ അമ്മ വരും, വസ്തുക്കൾ താഴെയിട്ടാൽ ഒച്ചയുണ്ടാകും എന്നിങ്ങനെ കാര്യകാരണ ബന്ധങ്ങളെക്കുറിച്ച് ആദ്യ ധാരണ ഉടലെടുക്കുന്ന വൈജ്ഞാനിക വികാസ ഘട്ടം ഏതാണ്? മൂർത്ത മനോവ്യാപാര ഘട്ടമാണ്. അടുത്ത ചോദ്യം, പഠിതാവ് തന്റെ പഠനത്തെ വിമർശനാത്മകമായി സ്വയം വിലയിരുത്തുന്ന രീതിക്ക് പറയുന്ന പേര് പഠനം തന്നെ വിലയിരുത്തലാണ്. അതീത ചിന്ത മീറ്റാ കണിഷൻ എന്ന ആശയം മുന്നോട്ട് വെച്ചത് ആരാണ്? ആൽബി കാറ്റൽ ആണ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ തെറ്റായ ജോഡി തിരഞ്ഞെടുക്കുക. തെറ്റായ ജോഡി ഏതാണ്? ഘട്ട സിദ്ധാന്തം ജീൻ പിയാഷെ എന്നതാണ് തെറ്റായ ജോഡി. 13 വയസ്സുള്ള റോണിയുടെ മാനസിക വയസ്സ് 8 ആണെങ്കിൽ ബുദ്ധിമാനത്തിന്റെ അടിസ്ഥാനത്തിൽ റോണി ഏത് വിഭാഗത്തിലാണ് പെടുന്നത്? മന്ദബുദ്ധിയാണ്. ക്രിയാഗവേഷണത്തിന്റെ ഉപജ്ഞാതാവ് ആരാണ്? സ്റ്റീഫൻ എം കോറിയാണ്. മക്കളില്ലാത്ത ധനാഢ്യനായ തോമസ് സാമൂഹ്യ സേവന പ്രവർത്തനങ്ങളിൽ സജീവമായി ഇടപെടുന്നു. ഇത് ഏതുതരം സമായോജന തന്ത്രമാണ്? ഉദാത്തീകരണം. അവസാന ചോദ്യം, ആശയ രൂപീകരണത്തിന്റെ പ്രക്രിയാഘട്ടങ്ങൾ താഴെ പറയുന്നവയിൽ ഏതാണ്? സംവേദനം, പ്രത്യക്ഷണം, വർഗീകരണം, സാമാന്യവത്കരണം. ഓക്കെ, ഓപ്ഷൻ ബി ആണ് ആൻസർ. അപ്പോൾ ഫ്രണ്ട്സ്, ഈ ക്വസ്റ്റ്യൻസ് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് എക്സാം എഴുതിയവർ മാർക്ക് കാൽക്കുലേറ്റ് ചെയ്ത് താഴെ കമന്റ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. ഓക്കെ, അപ്പോൾ തുടർന്നും എൻ്റെ വീഡിയോ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും കാണാം. താങ്ക്